നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് മാജിക്കൽ ടോക്ക് എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ മാജിക്ക് കാണാനും കേൾക്കാനും അതിങ്ങനെ ഒന്ന് ആസ്വദിക്കാൻ നമ്മൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നത് ഒരു മാജിക്കലി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടിയായിട്ട് തന്നെ നമ്മൾ ഇരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ ആസ്വദിച്ച് നമുക്ക് കേൾക്കാനും അത് അറിയാനും സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകാൻ പറ്റില്ല, ഇതിനെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഒരു സന്തോഷത്തെ പോലും നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴത്തെ ലോകത്ത് എല്ലാവരും എന്താണ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. എല്ലാം ഉണ്ടായിട്ടും അത് ഒന്ന് ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ശൈലികൾ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എന്താ പറയാ, വേഗതയിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ടതിന് ചിന്തിക്കുന്നില്ല, വേണ്ടാത്തതിനെ ഒരുപാട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ചിന്തിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്നത്, കണ്ടിന്യൂസ്ലി ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്, അത് തന്നെ നമ്മളായി വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിങ്ങിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ EFT പ്രാക്ടീസ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. EFT പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്, മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു. പക്ഷെ അത് കേട്ടപ്പോൾ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് മനസ്സിലാക്കുകയും ഞാൻ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഞാൻ പേടിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം തന്നെ എന്നിൽ ഞാൻ അറിയാണ്ട് സംഭവിക്കുന്നതും എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മളുടെ ലൈഫ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ ഭയപ്പെടുന്നത് അതിന് വേണ്ടുന്ന സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഭയപ്പെടുന്നത് എന്താണോ അതിനെ നമ്മൾക്ക് മാറ്റി നിർത്തി ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് നമ്മളെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ സ്പിരിച്വലിയോ ഒന്നും ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലഭിച്ചതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ ജീവിതം പ്രോഗ്രസ് ചെയ്ത് വരുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ട്, നല്ല സമ്പത്തുണ്ട്, മറ്റു പല സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് എന്താവാൻ പറ്റുന്നില്ല, സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല. മീറ്റിംഗ് വീഡിയോ കോളിൽ കൂടിയാണോ അതോ ഇനിയും വേണമെന്നുള്ള ആണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയാകട്ടെ ആരോഗ്യമാവട്ടെ എന്തിലും നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കാത്തൊരു ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് നൽകിയത് എത്രത്തോളം ശ്രേഷ്ഠമായതാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈവൻ നമുക്കുള്ള ആ ഒരു ശ്വാസം പോലും നമുക്ക് എത്ര ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ നമ്മുടെ ഹൃദയമിടിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതേപോലെ നമ്മൾ നമ്മളെ മാത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലൂടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫീൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ സെല്ലുകളിലും ആ ഗ്രാറ്റിറ്റ്യൂഡ് നിറയുകയും ആ സന്തോഷത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുകയും ആ സ്നേഹത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾക്ക് എന്താകാൻ പറ്റും, സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ EFTയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. അതിങ്ങനെ സപ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ നമ്മുടെ ഓരോ സെല്ലുകളിലും അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മൾ ഓരോ രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിൻ്റെയും ഏക കാരണം സ്ട്രെസ് എന്നുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ ഭയം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു നിരാശ അല്ലെങ്കിൽ ദേഷ്യം, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ രോഗങ്ങൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ
നമ്മൾക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളത്. അത് ഓരോരുത്തരും അതൊന്ന് ചെയ്തു നോക്കിക്കഴിയുമ്പോൾ അവർക്ക് എന്താകാൻ പറ്റും, അവരവരുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്താ പിന്നീട് പെണ്ണുങ്ങളെ സംസാരിക്കുന്നത്? ഈ ഒരു തോട്ട്സിന്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള രോഗാവസ്ഥയുടെ 90%ഉം എൻ്റെ ഉള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഒരിക്കൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ നമ്മൾ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും. ആ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക, ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് 3 വർഷമാകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് എൻ്റെ സ്വരത്തിനോട് തന്നെ എനിക്ക് ഇഷ്ടക്കേടായിരുന്നു. കാരണം എൻ്റെ സ്വരം അത്ര വലിയ രസമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സ്വരം കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഹാർട്ടിൽ ഞാനിങ്ങനെ എന്താ പറയുക, ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്വരത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് 4 മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. അതുവരെ ഞാൻ എന്താന്ന് വെച്ചാൽ എന്നെ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വരം കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോൾ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ആ, അറിയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറയാറുള്ളത്, ഈ സ്റ്റുഡൻസിൽ നിന്ന് പേരൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരു 12 വയസ്സിനുള്ളിൽ അവരുടെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ എത്തിപ്പെടുന്നത് അതിൻ്റെ ബാക്കി പത്രമായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിരിച്ച് വെൽക്കം എന്നും പറയും. ഇതാണ് എൻ്റെയൊക്കെ ജനറേഷനിൽ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളൊരു, അല്ലെങ്കിൽ താങ്ക് യു പറയുക എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എല്ലാ കാര്യത്തിനും പറയണം എന്നുള്ളതാണ്. എത്ര പേര് രാവിലെ എഴുന്നേറ്റ ഉടനെ എഴുന്നേൽക്കാൻ സാധിച്ചതിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, അല്ലെ നമുക്ക് നടക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അല്ല ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചതിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇവൻ നമ്മുടെ കുടുംബത്തിനെ ഒന്ന് കാണാൻ സാധിക്കുമ്പോൾ, രാവിലെ ഉണർന്ന് കണ്ണ് തുറന്ന് നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് കാണാൻ സാധിക്കുമ്പം എത്ര പേര് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ആ സ്റ്റാർട്ടിങ്ങിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴും എന്താണ്, രാത്രിയിൽ കൂടെ കിടന്നുറങ്ങിയ ആളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിച്ച് ഫോൺ വെച്ച് അടുത്ത നിമിഷത്തിൽ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാതെ മുമ്പോട്ട് പോകുന്നത്? അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ് ഈ മാജിക്കലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ദിവസം ഞാൻ എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് 1 മിനിറ്റ് കൊണ്ട് ഒന്ന് ഫീൽ ചെയ്ത് ബുക്കും പേനയുണ്ടെങ്കിൽ ഒന്ന് എഴുതിയും കൂടെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തു എന്നുള്ളത്. ഇവിടെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല, മൈൻഡ്ഫുൾനെസ്സും നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡും മൈൻഡ്ഫുൾനെസ്സും EFTയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട്. മീൻസ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുക എന്ന് പറയും. ആ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ. അവിടെ മൈൻഡ്ഫുൾനെസ്സിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാതിയില്ലാതെ പരിഭവമില്ലാതെ എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോഴാണ് അതൊരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ എത്ര കാര്യങ്ങൾക്ക് പരാതി പറഞ്ഞിട്ടുണ്ടാവാം?
നമ്മൾ നമ്മളോട് തന്നെ പരാതി പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ പരാതി ഉണ്ടാവുന്നുണ്ടോ? അതെന്തൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് സൊല്യൂഷൻ ചെയ്യണമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തായില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇനി മുതൽ നമ്മൾ അറിയേണ്ടത്, നമുക്കുണ്ടാകുന്ന ഓരോ നിമിഷങ്ങൾക്കും താങ്ക് യു പറയാം. നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ പരാതികളും നമ്മളുടെ എനർജിയെ ലെസ്സാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എനർജിയെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? താങ്ക് യു പറയാം. ഒരു പരാതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ആ പരാതിനെ അപ്പോൾ തന്നെ നമ്മൾ എന്താ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പേഴ്സണൽ മെന്ററിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാൻ പറയും. എന്തിന് ഈ ഇഷ്യൂസിനൊക്കെ നിങ്ങളൊന്ന് താങ്ക് യു എഴുതാൻ പറയും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വേണ്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് അതിനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, എന്തോ വലിയ സമ്പാദ്യം കിട്ടിയതുപോലെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഏറ്റവും നല്ല മൊമെന്റ്സ് ഒന്നും എന്താകത്തില്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ഈ സങ്കടപ്പെടുത്തുന്ന അല്ലെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്യൂസിന് മാത്രം നമ്മുടെ ഉള്ളിൽ കൊണ്ടെടുക്കും. ആ കൊണ്ട് നടക്കും തോറും എന്തായിട്ട് മാറുന്നുണ്ട്? അതിങ്ങനെ പെരുകി 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 അത് വലിയൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോ പണ്ടൊക്കെ പനി എന്ന് പറയുന്ന അവിടെ ഇവിടെ മാത്രം കേട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ക്യാൻസർ എന്ന് പറയുന്നത് പനി പോലെ ആയി മാറിയിട്ടുണ്ട്. ഏതൊരു വീട്ടിലും ഒരാളെങ്കിലും ഇല്ലാത്ത അവസ്ഥയില്ല. അപ്പൊ അതിൻ്റെയൊക്കെയും കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോയിട്ടുള്ള കുറച്ച് മൂല്യങ്ങളാണ്. ഒന്ന്, നമുക്കുള്ളതിൽ നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? നന്ദിയുള്ളവന് അത് കൂടുതൽ നൽകപ്പെടും, നന്ദിയില്ലാത്തവന് ഉള്ളത് പോലും കുറവാക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസത്തിൽ നമ്മളിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഏഹ് എന്നും കൂടെ നടക്കുന്ന കാലുകൾക്ക് നന്ദി പറയാറുണ്ടോ? അതെത്ര സ്ട്രോങ് ആയിട്ടായിരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൈകൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ആ കൈകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് താങ്ക് യു എന്ന് പറയാറുണ്ടോ? ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കണമെന്ന് പറയും. സെൽഫ് ടോക്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ശരിക്കും സാധാരണ കുറെ ആൾക്കാർ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവന്റെ കഴിവുകളെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ മിടുക്കിയാണ്, അല്ലെ ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഇന്ന കഴിവുണ്ട്, ഇങ്ങനെയൊക്കെയും സംസാരിക്കലുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നിനക്ക് എന്താണ് വിഷമം എന്ന് ഉള്ളിലേക്ക് ചോദിച്ചിട്ടുണ്ടോ? സ്വന്തത്തിനോട് ചോദിച്ചിട്ടുണ്ടോ? ആ സ്വന്തത്തിനോട് ചോദിച്ചു തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആ കുട്ടിയായിട്ടിരിക്കുന്ന നമ്മൾ പുറത്തേക്ക് വരികയും നമ്മൾക്ക് വേണ്ടുന്നത് എല്ലാ നിർദ്ദേശങ്ങളും ആ ഒരു കുട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഇതിങ്ങനെ ഇത്രയും ആധികാരികമായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്നിൽ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഉള്ളത്. ഇവിടെ ഇപ്പം എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഏതൊരു സാഹചര്യത്തിൽ ഇരുന്നതാണ്, എങ്ങനെയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടാണ് ഞാൻ EFT തന്നെ യൂസ് ചെയ്യാറ്. അപ്പം അത് ജസ്റ്റ് ഒരു ടാപ്പിംഗ് ആണ്. അത് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും എന്താണ് കൊണ്ട് നടക്കാൻ, ഏതൊരു സമയത്തും കൊണ്ട് നടക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതില് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷൻസിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം EFT ടാപ്പിംഗ് ആണ്. അതേപോലെ ബ്രീത്തിങ് വർക്കൗട്ട് എല്ലാവരും ചെയ്യുന്നവരുണ്ടാവില്ലേ? ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് നല്ലൊരു ആശ്വാസം, ഒരു കാംനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ആ കാംനെസ് കിട്ടുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു ബ്രീത്തിങ് ചെയ്യുന്ന ആ ഒരു സമയം, ആ ബ്രീത്തിങ്ങിലേക്ക് മാത്രമല്ലേ നമ്മുടെ ശ്രദ്ധ പോകുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പുറമേയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകും, പക്ഷേ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോയില്ല. പക്ഷെ ബ്രീത്തിങ് ഒന്ന് എടുക്കാൻ പറയുമ്പോഴത്തേക്കും, ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാം? ശരിക്കും ആ ബ്രീത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് കളയുന്നത് നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? ആ സമയത്ത് മാത്രല്ലേ നമ്മൾ നമ്മളുടെ ആ ബ്രീത്തിങ്ങിനെ അറിയുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ് അറിയാൻ സാധിക്കുന്നുണ്ടോ?
ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരുന്നിട്ട് ആ ബ്രീത്തിങ്ങിനെ ഒന്ന് ആസ്വദിച്ച് നോക്കിക്കേ. ഒരു 3 വട്ടം ആ ബ്രീത്തിങ് എടുത്ത് ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് വിടുക. അതോടൊപ്പം താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നൊന്ന് പറഞ്ഞു നോക്കുക. ഇവിടെ നമ്മള് ഇവിടെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇവിടെ ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. അതൊരു മെറ്റഫറായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് എന്താണോ മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലാക്കേണ്ട കാര്യത്തെ മാത്രം ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി. ഒരു സ്ഥലത്ത് ഒരമ്മയും മോളും അച്ഛനും, മരിയ എന്നാണ് മോളുടെ പേര്, 3 പേരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. നല്ല സാമ്പത്തികമുള്ളവരാണ്. അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. പക്ഷെ ആകസ്മികമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ മരണപ്പെടുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു. വീണ്ടും അമ്മയും മോളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. കൂട്ടുകാരികളെ പോലെ അല്ലെങ്കിൽ സോൾമേറ്റുകളായിട്ടാണ് അമ്മയും മോളും ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെ അവരുടെ കുട്ടിയുടെ പഠനത്തിന് ശേഷം കുട്ടിയും അവരുടെ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി അമ്മയെ സഹായിച്ചുകൊണ്ട് സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുമ്പോൾ കുട്ടീൻ്റെ മാരേജ് എല്ലാം ഒന്ന് ഫിക്സ് ആക്കി എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാം ഹാപ്പി മൊമെന്റ്സിൽ പോകുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് സുഖമില്ലാതാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ സുഖമില്ലാതായി കഴിയുമ്പോൾ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫർദർ ചെക്കപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് രോഗം പിടിപെട്ടത് ഇവരറിയുന്നുണ്ട്. അതായത് യൂട്രസിന് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് അത് 4th സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ കുട്ടി പറയുന്നുണ്ട് ആവശ്യത്തിന് പണുണ്ട്, ഞാൻ എവിടെ വേണേലും കൊണ്ടുപോയിട്ട് ആ രോഗത്തെ മാറ്റിക്കോളാം എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ആ ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള നാളുകൾ നിങ്ങൾ സന്തോഷത്തോടെ അമ്മേനെ നോക്കി നിങ്ങൾ സന്തോഷമായിരിക്കും. ഈവൻ 2 ആഴ്ചകൾക്കുള്ളിൽ ആ അമ്മ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ കുട്ടി ആ ജീവിതത്തിൽ തനിച്ചാവുകയാണ്. ആ തനിച്ചായ നിമിഷം അതിനുശേഷം അവരുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ആ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ സന്തോഷമായിട്ട് വീണ്ടും ആ ജീവിതം കെട്ടിപ്പടുത്തു കൊണ്ടുവരുമ്പോഴാണ് ഡോക്ടർ അമ്മയുടെ റിസൾട്ട് കിട്ടിയിട്ട് ഈ കുട്ടീനെ വിളിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടീനോട് പറഞ്ഞു ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, നിങ്ങളും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു മാരേജ് കഴിഞ്ഞ് അടുത്തന്നെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്ന് യാതൊരു കുഴപ്പമില്ല, ആ കുട്ടിക്ക് ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അതൊക്കെ നോർമലി ആയിരുന്നു. അവിടുന്ന് പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് അവർ വീണ്ടും കടന്നു വന്നു. പക്ഷെ അങ്ങനെ 2 വർഷമായിട്ടും ഈ കുട്ടി പ്രഗ്നന്റ് ആവാണ്ടായപ്പോൾ വീണ്ടും ആ ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റ് നടക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിക്കും ആ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയും സന്തോഷകരമായി കൂടെ ജീവിച്ചിരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ഉപേക്ഷിച്ച് പോവുകയാണ്. കാരണം അമ്മയ്ക്ക് ഈ ഒരു രോഗമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കും വന്നതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയാണ്. ആ കുട്ടി വീണ്ടും ആ ജീവിതത്തിന്റെ ആ നടുകടലിൽ നിൽക്കുന്നത് പോലെയാണ്. അവിടെ പണമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ആ കുട്ടിക്ക് ഒരു സമാധാനം വരുന്നില്ല. അപ്പൊ ആ കുട്ടി അങ്ങനെ അവരുടെ അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ തനിച്ച് താമസിക്കണം, അവന് നാട്ടിലേക്ക് പോയി അവിടെ പോയി ഇങ്ങനെ സംസാരിച്ച് അവർ നല്ല സന്തോഷമായിട്ട് അവളെ സ്വീകരിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ അമ്മേന്റെ അനിയത്തി പറഞ്ഞു എന്നാലും മോളെ നിനക്ക് ഇത് ഉണ്ടാവേണ്ടതല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ ഇങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ ആ ആള് പറഞ്ഞത് നീ ആ അമ്മയുടെ കുട്ടിയല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇവളാകെ എന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചതെന്നായി. അങ്ങനെ അവർ വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്ന് അതിന്റെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ അറിയാൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ അമ്മയ്ക്ക് വന്ന നിമിഷം മുതൽ ആ ഒരു പാരമ്പര്യമായിട്ട് എനിക്കിത് ഉണ്ടാകും എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ ഒരു ഭയം ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഭയം ആ കുട്ടീനെ ആ രോഗാവസ്ഥയെ അട്രാക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അത് പാരമ്പര്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം. അത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിൽ അതിനെ എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ രോഗം നമ്മളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളവർ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് രോഗം ഉണ്ടാവട്ടെ ആ രോഗത്തിന് വേണ്ടുന്ന ഫർദർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം.
പക്ഷേ അതിനെ ഒരിക്കലും ഭയപ്പെടരുത്. എൻ്റെ കുടുംബത്തിലുണ്ട്, അത് എനിക്ക് വരുമെന്ന് പേടിക്കരുത്. ആ പേടി നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ ആ പേടിയാണ് അവിടെ വളർന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ ഞാൻ എന്നിൽ വരുത്തിയ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ അങ്ങേയറ്റം വരെ പോയി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു പേടി എന്നിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആ ചിന്തകൾ കൊണ്ടാണ് എനിക്ക് ഈ രോഗാവസ്ഥകളൊക്കെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അതിനെ ഭയപ്പെടാതെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് അതിൽ നിന്നും മാറ്റം വരാൻ പറ്റിയത്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ എത്രത്തോളം മികച്ചതാക്കി കൊണ്ടുവരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളിൽ മാറ്റം വരും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ അതിലെല്ലാം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക? നമ്മൾ ഈവൻ നമുക്കൊരു എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യങ്ങൾ കിട്ടിയാൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ബന്ധമാണ് ലഭിച്ചത്, അതിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? നമ്മൾക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അത് ഉണ്ടാകുന്നതേ നമുക്ക് നല്ല ഇഷ്ടമാണ്. നമ്മുടെ മക്കളല്ലേ, കുഞ്ഞു കുട്ടികളാണ്, നല്ല രസമാണ്, കൊഞ്ചിക്കാൻ ഇഷ്ടമാണ്, എല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവരവരുടെ ഇഷ്ടത്തെ അങ്ങ് പുറത്ത് ചാടാൻ തുടങ്ങുന്ന സമയം തൊട്ട്, നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുന്ന സമയം തൊട്ട് നമ്മൾ എന്തായിരിക്കും പറയാ? ആ കൊഞ്ചിച്ചതായിരിക്കുമോ പറയാ? അതിലപ്പുറം നമ്മൾ എന്താ പറയാ? എന്തൊരു അനുസരണക്കേടാണ് ഈ കാണിക്കുന്നത്, ഇവരെ കൊണ്ട് തോറ്റു, അല്ലെ ഇവരെ കൊണ്ട് തോറ്റു, എന്താ ചെയ്യാന്നുള്ളത് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയാറുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് ലഭിച്ചപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, വളർന്ന് നമ്മുടെ ഇഷ്ടത്തിനല്ല അവര് വരുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അതൊരു ഇഷ്ടക്കേടായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ സ്നേഹമാണെന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളെയൊക്കെ അറിഞ്ഞ് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോഴാണ് അതൊരു സ്നേഹമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ജോലിയുണ്ട്. എല്ലാവരും എന്താ ചെയ്യണേ? കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടുക ചെയ്യണേ. ആ ജോലി നേടിക്കഴിഞ്ഞിട്ടോ അതിൻ്റെ സ്ട്രെസ് എല്ലാം ഉള്ളിൽ കൊണ്ടടക്കുക. എന്നിട്ട് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഈ ജോലി ഭയങ്കര കഷ്ടപ്പാടാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ശരിക്കും സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ജോലി കിട്ടിയതിന് ഗ്രാറ്റിറ്റ്യൂഡ് എത്ര തവണ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? അതേപോലെ ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം, ആ ശമ്പളം കയ്യിൽ കിട്ടുമ്പോഴേ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? ഓ, ശമ്പളം കിട്ടി, ഇതിനി അതിലും ഇതിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ശമ്പളം കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടോ? ഫീല് തോന്നുന്നുണ്ടോ? ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ. ഈ രീതിയിൽ പോയി കഴിയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ മഴ, വെയില, ഇതിലൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ എന്തൊരു മഴയാന്ന് പറയും, എന്തൊരു വെയിലാന്ന് പറയും. പക്ഷെ ഇതെല്ലാം ആരാണോ സൃഷ്ടിച്ചത് അവനിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നും അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണെന്നും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് പോവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം അതിനെ കുറ്റപ്പെടുത്താൻ തോന്നും. അതിന് എപ്പോഴെങ്കിലും ഈ മഴ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ വെയിൽ വേണ്ടായിരുന്നു, ഈ കാലാവസ്ഥ വേണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമുടി നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരിക. അത് ഈവൻ നമ്മുടെ ഓരോ റൊട്ടീനിലാണെങ്കിലും ഒന്ന് മാറ്റം കൊണ്ടുവന്നിട്ട് ആ താങ്ക് യു ഒന്ന് ചേർത്തിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ജീവിതം അത്ഭുതകരമായിട്ട് തന്നെ മാറും എന്നുള്ളതാണ്. ഇവൻ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ മെഡിസിൻസ് ഒന്നും കഴിക്കണില്ല. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിട്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത് മാത്രമല്ല വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടാപ്പിങ്ങിലൂടെ EFT പ്രാക്ടീസ് ചെയ്ത് എൻ്റെ മൈൻഡിനെ ഞാൻ എൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. കൺട്രോൾ മീൻസ് അതിൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പരാതികൾ കുറയുന്നുണ്ട്. അത് പരാതി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സമ്പത്തുമാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് വേണ്ടത്? പരാതിയാണോ വേണ്ടത്?
എന്താ പറയാ, സമ്പത്താണോ വേണ്ടത്, അല്ലെങ്കിൽ ദാരിദ്ര്യമാണോ വേണ്ടത്, സമ്പത്താണോ വേണ്ടത്, നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതിയാവും അല്ലേ? ഈ സമ്പത്ത് എന്നുള്ളത് എല്ലാം നമ്മുടെ സമ്പത്താണ് കേട്ടോ. നമുക്ക് ലഭിക്കുന്ന അറിവ് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ്, നല്ല ബന്ധങ്ങൾ നമ്മുടെ സമ്പത്താണ്. ഈ എല്ലാ സമ്പത്തും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ എല്ലാവരും കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇ എഫ് ടിയിൽ യൂസ് ചെയ്യുന്നതും മൈൻഡ് പവറിൽ യൂസ് ചെയ്യുന്നതും ഒക്കെ. അതിലെന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഞാനിവിടെ പറഞ്ഞു. രണ്ടാമതൊന്നുള്ളത് അഫർമേഷൻസ് ആണ്. എത്ര പേര് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്? ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയത് അഫർമേഷൻസിലൂടെയാണ്. ഈ ഒരു ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു അഫർമേഷൻസിലൂടെ ഞാൻ നേടിയെടുത്തതാണ്. കാരണം എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ഞാൻ ക്ലാസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പുറത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയി ക്ലാസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം ഞാൻ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സറണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഷ്മ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ താങ്ക് യു പറയുകയാണ് ചെയ്തത്, ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ അറിവുകൾ നേടിയിട്ട് കാര്യമില്ല. ആ അറിയുന്ന അറിവുകൾ എന്താണെങ്കിലും ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ഇ എഫ് ടിയിൽ പഠിക്കുന്നത് ഫൊർഗീവ്നെസ് ആണ്. ഈ ഫൊർഗീവ്നെസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും സംഭവം? ഫൊർഗീവ് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ആർക്കായിരിക്കും പറയാൻ പറ്റുക എന്തായിരിക്കും ഫൊർഗീവ് എന്ന് പറഞ്ഞാൽ? ക്ഷമിക്കുക. ക്ഷമിക്കുമായിരുന്നു. ക്ഷമി ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഫൊർഗീവ്നെസ് വരുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനാ മറ്റൊരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നേ, അങ്ങനെ ഇപ്പൊ അവൻ നന്നാവണ്ട അവള് നന്നാവണ്ട എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ക്ഷമിച്ചു കൊടുക്കുമ്പം നമ്മളാണ് നന്നാവണത്, മറ്റൊരാളല്ല. നമ്മളുടെ മനസ്സിൽ കിടക്കണ എന്തായിരിക്കും, ഞാനിപ്പോൾ ക്ഷമിച്ചു കൊടുത്തിട്ട് അവൻ അങ്ങനെ നന്നാവണ്ടെന്ന്. പക്ഷെ നമ്മൾ എത്രത്തോളം ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ അത്രത്തോളം കാഠിന്യം നമ്മുടെ ഉള്ളിൽ നിറയുകയും ആ രോഗാവസ്ഥേനെയൊക്കെ നമ്മൾ ഇങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യുക ചെയ്യണത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മളോടാണ്. എന്തിനാ ക്ഷമിക്കേണ്ടത്? നമുക്ക് ഇത്രയും സൗകര്യങ്ങളും അല്ലെ ഇത്രയും അനുഗ്രഹങ്ങളും എല്ലാ ചുറ്റുപാടുകളും നൽകിയിട്ടും അതിനെ ഒന്നും അറിയാതെ നമ്മൾ പരാതിപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം. ആ ജീവിതത്തിന് നമ്മൾ ക്ഷമ ചോദിക്കുക വേണ്ടത്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താൽ മതി. എനിക്ക് കഴിവില്ല, അല്ലെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെ എനിക്ക് സമ്പത്തൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പരാതിപ്പെടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊക്കെയും നമ്മൾ ക്ഷമ ചോദിക്കേണ്ട കാര്യമാണ്. കാരണം കോടികൾ കൊടുത്താൽ കിട്ടുകയില്ലാത്ത അത്രയും സമ്പത്താണ് നമ്മുടെ ശരീരം എന്നുള്ളത്. എത്ര പേര് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു വൃക്ക മാറ്റിവെക്കാൻ, ഒരു ഹാർട്ട് മാറ്റിവെക്കാൻ, അല്ലെ മറ്റ് എന്തൊരു അവയവങ്ങളായിക്കോട്ടെ മാറ്റിവെക്കാൻ എത്ര കോടികൾ കൊടുക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത്. ആ സ്ഥാനത്ത് നമുക്ക് ഇതെല്ലാം പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടല്ലേ. എന്തിനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്? കൈക്ക് വേദന വരുമ്പോൾ കൈനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഓ ഈ കൈയിൻ്റെ വേദന ഇതൊന്നും ഒട്ടും മാറുമോ ഇല്ല എന്ന് പറയും. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ. ഇപ്പം എൻ്റെ രീതിയിൽ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ മെഡിസിൻസ് കഴിച്ചോളുക, പക്ഷെ കഴിക്കുമ്പം അതിനെ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കഴിക്കുക എന്ന് പറയും. അപ്പം ഈ മെഡിസിൻ കഴിക്കുന്നതിന് എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കഴിക്കുന്ന മെഡിസിനാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതൊട്ട് തിന്നിട്ടൊട്ട് മാറോ ഇല്ല, ഇതൊന്നും തിന്നാതിരിക്കാനും പറ്റില്ല എന്നുള്ള ഒരു ശാപവാക്കുകളോട് കൂടിയിട്ടാണ് അവർ മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ അതിലെന്തായിരിക്കും സംഭവിക്കുക? അതേ ശാപം നമ്മുടെ ഉള്ളിലേക്ക് തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പറയുന്ന വാക്കുകൾ തന്നെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇതിന് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നടത്തിയിട്ടുള്ളൊരു പരീക്ഷണമാണ്.
ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ മസാരു എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പരീക്ഷണമാണ്. 2 ഗ്ലാസ്സുകളിൽ വെള്ളം നിറച്ചു വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മറ്റൊരു ഗ്ലാസ്സിൽ എന്ത് ചെയ്തു, ദുഷിച്ച അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളും പറഞ്ഞ് അതിങ്ങനെ കുറച്ചു നാൾ കൊണ്ട് നടന്നിട്ട് അതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സ്വീറ്റ് ആയിട്ട് പറഞ്ഞ ആ വെള്ളത്തിന് വന്ന മാറ്റം അതിന് നല്ല ഭംഗിയുള്ള ഘടനയായിട്ട് മാറി. പക്ഷേ ആ ഒരു ചീത്ത വാക്കുകൾ നെഗറ്റീവ് ഇമോഷൻസും കൊടുത്ത ആ വെള്ളത്തിന് വന്നത് അത് വിരൂപമായിട്ടായിരുന്നു അതിന്റെ ഘടന വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിൽ എത്രയാണ് 75%ഓളം നമുക്ക് വെള്ളം ഉണ്ടല്ലേ? അത്രയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്താണോ കൂടുതൽ കൊടുക്കുന്നത് അത് തന്നെയല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്തായിരിക്കും കൂടുതൽ കൊടുക്കുന്നത്? ദേഷ്യമാണോ? എങ്കിൽ ആ ദേഷ്യം തന്നെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടും. സങ്കടമാണോ? ആ സങ്കടം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടും. ഈവൻ ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, ആ കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആരെയും മാറ്റാൻ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള പലരും ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെ എൻ്റെ മക്കൾ ഭയങ്കര അലമ്പാണ് അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയും. നമ്മൾ ആരുടെയും അടുത്തേക്ക് നമ്മുടെ സമാധാനക്കേടിന് പഴി പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി, എന്താണ് സമാധാനക്കേടെന്നുള്ളത്. അവിടെ നമുക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെയും മാറ്റുന്നില്ല, നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ്. ആ നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടുന്നേ? ഈ 2-3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാവും, ആരോടും പറയാൻ പറ്റാത്തവരുണ്ടാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ കുഴങ്ങുന്നവരുണ്ടാവും. ഇവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് പവറിന്റെ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണോ സ്ട്രെസ് വരുന്നത്, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതുക. അതായത് നമ്മളാണ് നമ്മളുടെ സോൾമേറ്റ്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കുന്നത് പോലെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഫുള്ളി എഴുതുക. എന്താണോ അത് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ത് ചിന്തകളായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത് അതേപോലെ എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് ഇറ്റ്സ് ഓക്കെ. ഈ ഇറ്റ്സ് ഓക്കേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ, ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കീറിക്കളയുക. അപ്പൊ ഇവിടെ ഒരു മെറ്റഫർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കീറിക്കളയുമ്പോഴോ അല്ലെങ്കിൽ കത്തിച്ച് കളയുമ്പോഴോ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണോ അതിലേക്ക് എഴുതിയിരിക്കുന്നത് അതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്നും ഇല്ലാതായി പോയിട്ടുണ്ട്, അല്ലെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതോടുകൂടി അത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം വരുന്നുണ്ടാവും. ഇപ്പോൾ പല ആൾക്കാരും എന്തായിരിക്കും, ടെൻഷൻ വന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യാണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഈവൻ ഇനി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ദിവസം ഫുള്ളി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുക? അങ്ങനെ പറ്റുമോ? ഫുള്ളി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിനുണ്ട് ഒരു ടെക്നിക്ക്. നമ്മളെല്ലാവരും കണ്ണാടി നോക്കുന്നുണ്ടല്ലേ? എന്തിനാ കണ്ണാടി നോക്കുന്നേ? മുഖത്ത് സൗന്ദര്യം കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പൊട്ടും കുത്തൊക്കെ കറുപ്പ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കാനല്ലേ നമ്മൾ കണ്ണാടി നോക്കുന്നേ. അപ്പോ അതിനൊരു മാറ്റം വരുത്തിയാലോ? ഇവിടെ ഇവിടെ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം വരിക കേട്ടോ. നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയണം. വേറൊന്നും അല്ല പറയേണ്ടത്, നമ്മുടെ കുറവുകളല്ല പറയേണ്ടത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട്, മിററിൽ നോക്കി നമ്മൾ നമ്മുടെ രൂപത്തിലേക്ക് തന്നെ കണ്ണിൽ നോക്കിയിട്ട് അത്രത്തോളം മികച്ചതാണ് ഞാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാം. ഈവൻ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ബോഡി പാർട്സിനെയും എടുത്തെടുത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് കണ്ണ് തന്നതിന് താങ്ക് യു എന്നല്ല പറയേണ്ടത്. ആ കണ്ണിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഡയറക്റ്റ് നമ്മളോട് പറയാം, നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ശരിക്കും അതിനെന്ത് ചെയ്യാം? സെറ്റ് ചെയ്യുക. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന കണ്ണുകൾ നൽകിയതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ ഓരോ ബോഡി പാർട്സിനെ ഒന്ന് പറഞ്ഞു നോക്കേ. നിങ്ങൾ മിററിൽ നോക്കിയിട്ട് നിങ്ങളെ അറിയാന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ അറിയാന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു നോക്കി കഴിയുമ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ള ഫുൾ എനർജി നമ്മൾ നമ്മളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യണം.
അപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് വേറെ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ രാവിലെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും ദൈവം സഹായിച്ച് നോക്കേണ്ട വന്നില്ല. എന്താ പറയാ, ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഉള്ളില് ആ ഒരു നിറവിനെ കൊണ്ടുവരാൻ പറ്റി. എന്നിൽ നിന്ന് എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമല്ലാതെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കമ്മ്യൂണിറ്റി വിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കുക എന്നുള്ളത്. അത് ഇവിടെ ആ ഒരു ആഗ്രഹമല്ല, എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. ഒരു അറിവും എന്താണ്, ഏതൊരു അറിവിനെ നമ്മൾ വിലമതിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ മിറർ പ്രാക്ടീസ് ചെയ്ത് രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് സന്തോഷമായിട്ട് ഉണരുന്ന ഒരാളെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കണ്ടു നോക്കിക്കേ. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴേ ഇന്ന് എന്താ ഇപ്പം ചെയ്യാൻ, ഇതൊക്കെ ചെയ്തിട്ട് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന് ആവലാതിപ്പെടാതെ കണ്ണ് തുറന്ന് ഉണരുമ്പോൾ തന്നെ താങ്ക് യു, ഇന്നത്തെ ദിവസം ഒരു പുലരിയും കൂടെ എനിക്ക് കാണാൻ സാധിച്ചതിന് താങ്ക് യു എന്നൊന്ന് പറഞ്ഞൊന്ന് ഉണർന്ന് നോക്കുക. ആ കാലുകൾ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അന്ന് ആ രാവിലത്തെ ആ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെയും ഒന്ന് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ മാറ്റം വരുന്നതെന്ന് നിങ്ങൾ അതാത് ചാപ്റ്ററിലുള്ളവരോട് അറിയിച്ചാലും മതി, ഞാൻ അറിയും. അതൊന്ന് അറിയിക്കുക. പിന്നുള്ളത് ഞാൻ ചെയ്യുന്നത് പേഴ്സണൽ മെന്ററിങ് ആണ്. ഓരോരുത്തരുടെയും കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ കേട്ട് അവരുടെ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് മാറ്റം വരുത്തി കൊടുക്കുന്നുണ്ട്. കാരണം മാറ്റം വരുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ മാറ്റം വരുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മിറർ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് എനിക്കൊരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിയണം. ഞാൻ ഏതൊരു കാര്യം പഠിച്ചോ അത് എന്നിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും, മാജിക്കലായിട്ട് തന്നെ അതിൽ മാറ്റം വരും എന്നുള്ളത്. ഇവിടെ ഇന്നലെ സാറ് ചോദിച്ചിട്ട്, കഴിഞ്ഞ ദിവസം സാറിനോട് ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റ വാക്കിൽ ഒരു കണ്ടന്റ് ആയിട്ട് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും എല്ലാ വീക്കിലും മാജിക്കൽ വെബിനാർ നടത്തുന്നുണ്ട്, മാജിക്കൽ ടോക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ്സുകളായിരിക്കാം. പക്ഷെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് ഈ ഒരു വാക്ക് തന്നെയാണ്, മാജിക്കൽ ടോക്ക്. കാരണം ഇത് മാജിക്കലി നമ്മുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് അനുഭവിച്ചറിയുക. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം എനിക്ക് വേണ്ടി എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓറ്റിയോ നിത്യ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, കേൾക്കാമോ? ഓക്കെ, കേൾക്കാം താങ്ക് യു ആൻസിയ കേൾക്കാം മാഡം, മാഡം, കേൾക്കാം. താങ്ക് യു. കേൾക്കാം മാഡം. രോഗമില്ലാത്ത ഒരു ലോകം, അത് തന്നെയാണ് നമ്മളുടെ ഏവരുടെയും ആഗ്രഹം എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് ലവ് കൊണ്ട് നമുക്ക് പരമാവധി രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മാമിന്റെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഫോർഗിവ്നെസ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ ഒരു മാജിക്കൽ ടോക്കിലൂടെ കാണാൻ പറ്റിയിട്ടുള്ളത്. വളരെ മനോഹരമായ ടോക്ക്, അതുപോലെ തന്നെ മാം പറഞ്ഞതുപോലെയല്ല, മനോഹരമായ ശബ്ദം. തീർത്തും മാമിനടുത്ത് അത് പറയാൻ വേണ്ടി സാധിക്കും. എൻ്റെ ശബ്ദം നല്ലത് തന്നെയാണ്, നമ്മളത് അനുഭവിച്ച് അറിയാനുണ്ടായത്. നേരിട്ട് നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ ഉടനീളം ഇവിടെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഗോപിനാഥൻ സാർ ഇവിടെയുണ്ട്. സാർ, മാമിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാമോ? പറയാം. എല്ലാവർക്കും നമസ്കാരം. കേക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറയൂ സർ. മാമ വളരെ കാര്യമായിട്ട്, അതായത് ഒരാളുടെ ജീവിതത്തില് എത്രമാത്രം സന്തോഷം കൊണ്ടുവരുന്നു, അവരുടെ ആ ജീവിതം
അത്രയും സുഖപ്രദമാവുകയും ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് ഇത് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ഇത്രയും സുന്ദരമായ ഒരു ജീവിതം നമുക്കുണ്ടാവുമെന്ന് വിശദമായിട്ട് പറഞ്ഞു തന്ന മാമൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ പറയണമെന്നുണ്ട്, സമയക്കുറവ് കാരണം ഇനി ബാക്കിയുള്ളവരുടെയും കൂടെ അഭിപ്രായം അറിയണമല്ലോ. ഏതായാലും വളരെ സന്തോഷം, ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് താങ്ക് യു യു മാം. സർ. താങ്ക് യു, താങ്ക് യു. മനോജ് സർ, സുഹൈൽ സർ, പരമാവധി താങ്ക് യു ആളുകൾ താങ്ക് യു വീഡിയോ ഓൺ ചെയ്ത് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. താങ്ക് യു സോ മച്ച് നിത്യ മാഡം. കണ്ണൂരിൽ നിന്നാണ് സുഹൈല്. വീഡിയോ ഓണാക്കാൻ അസൗകര്യം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ അവര് സർ. അസൗകര്യം ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞു. മറ്റൊരു വർക്കിലാണെങ്കിലും ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞു. ആസ്യ മാഡത്തിന്റെ വളരെ മനോഹരമായ ഒരു സെഷൻ. എന്താ പറയാ, വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ആ വോയിസ് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല ഹൃദയസ്പർശിയായ വാക്കുകൾ. സ്ക്രീൻ അടക്ക് ഞാൻ ഓണാക്കി നോക്കുമ്പോൾ നല്ല സുസ്മേരവതിയായിട്ട് നല്ല പുഞ്ചരിച്ചുകൊണ്ടുള്ള ആ ഒരു സംസാരം വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാനും വൈഫ് ഒരുമിച്ചിരുന്നിട്ടാണ് ക്ലാസ് കേട്ടത്. ഒരു ചെറിയ വർക്കിനിടയിൽ, കിച്ചൺ വർക്കിനിടയിൽ കേട്ടതാണ്. വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിലായത് അതുകൊണ്ടാണ് സ്ക്രീനിൽ വരാൻ പറ്റാതിരുന്നത്. ഏതായിരുന്നാലും നമ്മളെ ഖുറാന്റെ ഒരു വചനമുണ്ട്. നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേട്ടപ്പം ഞാൻ ഓർമ്മ വന്ന ഒരു വചനം എന്ന് പറയുന്നത്, ലൈൻ ശക്കർത്തും ലാസീദന്നക്കും. നിങ്ങൾക്ക് നന്ദി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ അനുഗ്രഹങ്ങൾ വരിക. മാഡം പറഞ്ഞ പോലെ തന്നെ ഈ സമ്പത്ത്, ഈ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ആ സമ്പത്താണ്. നമ്മളെ കംപ്ലൈന്റ്, ഈ പരാതികൾ എന്താണ്, ദാരിദ്ര്യം എന്നുള്ളത് നല്ല മനോഹരമായ സന്ദേശം തന്നെയാണ്. നമ്മളെപ്പോഴും ഈ മാജിക്കൽ ടോക്കിനെ കുറിച്ച് ടോപ്പിക് കണ്ടപ്പോൾ തന്നെ എന്തായാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ പി ഡി നിത്യ മാഡമാണ്. നിത്യ മാഡം നല്ല സപ്പോർട്ടിങ് പി ഡി ആണ്. ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നിത്യ മാഡത്തെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഓഫ്ലൈൻ സെഷനിൽ കൂടിയും നിത്യ മാഡത്തിൽ കണ്ണൂരിൽ വെച്ച് കാണുന്നതുകൊണ്ട് തന്നെ നേരിട്ട് കാണുന്ന അതേ ഒരു സൗമ്യമായ നല്ലൊരു രീതി തന്നെയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നിത്യ മാഡത്തെ കണ്ടത്. അപ്പൊ നല്ല സപ്പോർട്ടിങ് പി ഡി, നല്ല ഒരു ട്രെയിനർ ആസ്യ മാഡം, ഗോവിന്ദൻ സാറ്, താങ്ക് യു സാർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാം. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും? ആസ്യാമ, എന്റെ പേര് നസീന ഓക്കെ, എന്നാണ്, കായംകുളത്ത് നിന്നാണ്. ഓക്കെ, താങ്ക് യു. പറയൂ. എനിക്ക് വളരെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണം, ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണമെന്നും പറഞ്ഞ് തന്നെ മാം ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ, ഞാൻ കുറച്ച് ദിവസമായിട്ട്, ഒരു 2 മാസമായിട്ട് ഒട്ടും ഞാൻ ഒരു ക്ലാസ്സിലൊന്നും കയറുന്നില്ലായിരുന്നു. ഇന്ന് എൻ്റെ ഉമ്മ പെട്ടെന്ന് ഇതുപോലെ ഒരു ഇത് വന്ന് മരിച്ചായിരുന്നു. ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചങ്ങോട്ട് മരുന്നേരം എനിക്ക് ആ കഥയൊക്കെ പറഞ്ഞു വന്നപ്പം എൻ്റെ ജീവിതമായിട്ട് ആദ്യം ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. ഉമ്മായിക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ 20 വർഷം മുമ്പ് വന്നതായിരുന്നു. അന്നേരം ഈ ചിന്ത എനിക്കും ഇങ്ങനെ, അന്നേരം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഉമ്മായിക്ക് വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അന്നേരം ഇങ്ങനെ എല്ലാ വർഷവും എനിക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പൊ ആ ഒരു അസുഖമൊന്നും ഇല്ലായിരുന്നു. ഉമ്മായിക്ക് അങ്ങനെ മരിച്ചപ്പോൾ എനിക്ക് ആകപ്പാട് ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. ഞാനും ഉമ്മായും കൂടെ ആയിരുന്നു എപ്പോഴും നിൽക്കുന്നത് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ എന്തിനെങ്കിലും കയറിയ ഉടനെ ഉമ്മാടെ ആ ഓർമ്മയും വിഷമവും ഒക്കെ. ഇന്നിപ്പോ എന്താ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ക്ലാസ്സിൽ തന്നെ ഞാനിന്ന് കയറി. പിന്നെ എനിക്ക് ആ കഥ പറഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് എന്നാലും കുറച്ചൊക്കെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ സങ്കടം മാറ്റുന്നതിന് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ശ്വാസം എന്ന് പറയുന്നത് മാം പറഞ്ഞപ്പോൾ ഉമ്മാടെ ഒരു നിമിഷം കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന താമസം മാത്രമേ വന്നുള്ളൂ. മരിക്കുന്നതിന് ഒരു അസുഖവും ഇല്ല ഫുഡ് കഴിച്ചു. അന്നേരം നമുക്ക് പിറ്റേന്ന് ആ ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് എന്തുമാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുള്ളത് ഒക്കെ നമുക്ക് ഒന്നും കൂടെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആരെങ്കിലും? മനോജ് സർ? നമസ്തേ. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. പറയൂ. നമസ്തേ ആസ്യമാം. ആസ്യമാമിനോട് ആദ്യം ഈ ഒരു ക്ലാസ് ശ്രവിക്കാൻ സാധിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. വളരെയധികം നന്ദി. ഇപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷകരമാക്കണം എന്നതിന് ഒത്തിരി ടിപ്സ് നമുക്ക്
നമ്മൾക്ക് തീർച്ചയായിട്ടും കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മാം പറഞ്ഞു തന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, നമ്മുടെ അഫർമേഷൻസ്, പിന്നെ നമ്മുടെ സങ്കടങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞ് അത് ഇറ്റ്സ് ഓക്കെ പറഞ്ഞത് കീറിക്കളയുക അല്ലെങ്കിൽ കളയുക, അതുപോലെ മിറർ തെറാപ്പി ഒക്കെ നമുക്ക് ഇല്ലാതെ പ്രാവർത്തികമാക്കി നമ്മുടെ ലൈഫ് സന്തോഷമാക്കി അങ്ങനെ ആദ്യമാണ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ക്ലാസ് കയറുന്നത്. എന്തായാലും എനിക്ക് തുടക്കം തന്നെ നല്ലൊരു ക്ലാസ് കിട്ടിയതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. ഗോപിനാഥ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്താണ്? മ്യൂട്ട് ചെയ്യോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരെങ്കിലും? ഗുഡ് ഈവനിങ് മാം, ഗുഡ് സന്തോഷാണേ. ഈവനിങ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്ന് ഓർത്താ. കാരണം റേഞ്ചിന്റെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. റേഞ്ച് ഉള്ളിടത്ത് നിർത്തി കുറെ കേൾക്കും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇത്തിരി യാത്ര ചെയ്ത് അടുത്ത റേഞ്ച് കിട്ടുന്നിടത്ത് വരുമ്പോൾ വീണ്ടും അവിടെ നിർത്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോരുമായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ആസിയ മാം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഒത്തിരി സന്തോഷം. നമ്മുടെ ഇടുക്കി ചാപ്റ്ററിൽ ഇതുപോലെ പ്രഗത്ഭരായിട്ടുള്ള കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ പൊളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പിന്നെ നിത്യമാ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് നോക്കണേ. ഞാനൊരു ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒന്ന് നോക്കിയേക്കണേ ഇപ്പം കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷം. നിത്യമാം ആണെങ്കിലും വളരെ നല്ല രീതിയിൽ പി ഡിയുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ആസിയമാം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഒരു 2 hour പ്രസന്റേഷൻ ചെയ്യാൻ 2 hour പറയാനുള്ളതുമായിട്ടാണ് ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ മാഡം പറഞ്ഞത്. 1 മണിക്കൂറേ ഉള്ളൂ, ഒരു 50 മിനിറ്റ് മാക്സിമം 60 മിനിറ്റ്സ് വരെ പോകാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ട് കുറച്ച് പോർഷൻ കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് കുറപ്പിച്ചതാണ്. അല്ലെങ്കിൽ കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും അത് നമുക്ക് അടുത്തൊരു സെഷൻ, അടുത്ത ഒരു SDP-യിൽ ഇതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാൻ സാധിക്കും. അസ്യാമാമനെ നമുക്ക് ഇനി ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ എന്ന് അറിയിക്കുന്നു. നന്ദി. നമ്മുടെ ചാപ്റ്ററിന്റെ ഈ പ്രോഗ്രാം ഇത്ര നല്ലതാക്കി ചെയ്തതിന് അസ്യമാമനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഗോപിനാഥ് സാർ അടക്കമുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്നും മറ്റ് ചാപ്റ്ററുകളിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ പറയാൻ വന്നപ്പോൾ നന്ദി പറഞ്ഞു എന്ന് മാത്രം. കൃതജ്ഞത പറയുന്നത് ഞാനല്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഓക്കെ, സന്തോഷ് സാർ, താങ്ക് യു. അപ്പൊ നല്ലൊരു ഓഫറും കൂടിയാണ് നമ്മുടെ ട്രെയിനർക്ക് കിട്ടിയിട്ടുള്ളത്. ആസിയ മാം, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരെങ്കിലും? രാജീവ് സർ. യെസ്, വളരെ സന്തോഷം. നല്ലൊരു സെഷനാണ് ആസിയ മാഡം തന്നിരിക്കുന്നത്. എങ്ങനെ നന്ദി പറയാതെ പോവാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഫോർഗിവ്നെസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും വളരെ മനോഹരമായ രീതിയിൽ, പ്രത്യേകിച്ച് ഒരാളെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. വിതൗട്ട് കണക്ഷൻ ദർ വിൽ ബി നോ കറക്ഷൻസ്. So we have to take an initiative for the connection and we have to make the correction. So it's a very nice session. I'm really proud. The Kannur, Vadagara, Idukki chapter, they are providing a wonderful session for us. And Nitya madam is providing a good coordination. And moreover, really salute Asiya madam. Definitely we need a real trainer. Thank you madam. Thank you. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ ചാറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. സംടൈംസ് ഐ സേ ദ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ദ പീപ്പിൾ ഹു ടച്ച്ഡ് മൈ ലൈഫ്, to my parents, siblings, relatives, friends, schoolmates, wow, teachers, business partners, the person who pleased me with a smile while I am walking on the road, what's more, even my enemies who have given me a lot of lessons in my life, saying gratitude is a wonderful experience in life. നമ്മുടെ ഇസ്മയിൽ സാർ ആണെന്ന് തോന്നുന്നു, കാസർഗോഡ് നിന്ന്. ഇസ്മയിൽ സാർ ആണ്. ഇസ്മയിൽ സാർ എൻ്റെ ഒരടുത്ത സുഹൃത്തും കൂടിയാണ്. ഇസ്മയിൽ സാറാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് മോഹൻ സാറ് താങ്ക് യു മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആരെങ്കിലും ഫീഡ്ബാക്ക്? ഹലോ നിത്യ മാം. ഓക്കെ, താങ്ക് യു. പറയൂ സിന്ധു മാം, പറയൂ.
ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇന്ന് പോസ്റ്റർ കണ്ടത്. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് SDPയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. കാരണം PC എടപ്പാളിൽ കയറിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ ഫ്ലൈ ഹൈയിലാണ് ഞാൻ ആ പോസ്റ്റർ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞാൻ കയറിയത്. ഞാൻ നിത്യ മാം ഒരുമിച്ച് ഫ്ലൈ ഹൈയിൽ ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് അറിയാം നമ്മുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ അഫർമേഷനും ഒക്കെ നമ്മുടെ കൂടപ്പിറപ്പാണ്. ട്രെയിനേഴ്സിന് പ്രത്യേകിച്ചും അതെപ്പോഴും ഉള്ളതാണ്. പക്ഷെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് വളരെയധികം അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് മുന്നേ ഒന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല. മുന്നേക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു വഴി ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ താങ്ക് യു പറയുമ്പോൾ എന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് അടക്കം എല്ലാവരും കളിയാക്കുമായിരുന്നു. എവിടെ പോയാലും പിന്നെ താങ്ക് യു പറയുന്നു. പക്ഷെ അതിൽ നിന്ന് പിന്നെ ഞാൻ പക്ഷെ ആരെന്നെ കളിയാക്കിയാലും ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലൈഫിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ എത്രമാത്രം നമ്മളെ താങ്ക്ഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും എന്റെ ലൈഫിൽ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഫോർഗീവ്നെസ്. പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 4 അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷെ ക്ഷമിക്കുമ്പോ അപ്പുറത്തുള്ള അപ്പോഴും കോട്സ് ഒക്കെ വായിക്കും. ക്ഷമിക്കുമ്പോ അപ്പുറത്തുള്ള ആളാണ് പിന്നെ നമ്മൾ തോറ്റു കൊടുക്കുന്നു അയാൾ ജയിക്കുന്നു എന്നൊക്കെ. പക്ഷെ പിന്നെ ഞാൻ ആ ഫോർഗീവ്നെസ്സിലൂടെ നമ്മുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് അവസാനം നമ്മൾക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സംഭവം നന്നായിട്ട് ഫീൽ ചെയ്തു എനിക്ക് പലപ്പോഴും. പിന്നെ ഞാൻ ലെറ്റ് ഇറ്റ് ഗോ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് എന്തുമാത്രം ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കി എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ മാം പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്നോ വായിച്ചൊരു കഥയുണ്ട്. അഫർമേഷൻ സമയം പോകുന്നുണ്ടോ? പെട്ടെന്ന് തീർത്താം. അഫർമേഷനെ പറ്റിയിട്ടൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്യാമ്പിൽ കേട്ടതാണ്. സൂര്യകാന്തി പൂ ഇങ്ങനെ ഒരു തോട്ടത്തിൽ നിൽക്കുമ്പോൾ വേറെ ചെടികൾ പറഞ്ഞു നീ ഇവിടുന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നന്നാവും, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് സൂര്യപ്രകാശം കിട്ടാതെ നീ അവിടെ നിന്നു പോവുകയുള്ളൂ. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ ആ ഒരു തോട്ടക്കാരൻ വന്നിട്ട് അവിടുത്തെ കളയൊക്കെ പറിച്ച് നിൽക്കുമ്പോൾ ഈ സൂര്യപ്രകാശം കറക്റ്റ് ആയിട്ട് ഈ ചെടിയിലേക്ക് വരികയും നേരെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരാനുള്ള ഒരു പിന്നെ എന്താ പറയാ വളരാനുള്ള ഒരു കള പറിക്കുമ്പോൾ വളരാനുള്ള ഒരു അവസരം കൂടിയാണ് ആ ചെടിക്ക് കിട്ടുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്വയം പറഞ്ഞ് ഞാൻ ശക്തനാണ്, ഞാൻ സൂര്യനെ കണ്ട് വളരുന്നുണ്ട്, അല്ലെങ്കിൽ ആ വേരുകൾ ആഴത്തിൽ പോകുന്നുണ്ട് എന്ന് സ്വയം ഒരു ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു സൂര്യകാന്തി പൂവിന്റെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നടക്കൂ എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ എന്ത് സെൽഫ് ലവ് ആയാലും എന്നെ മറ്റുള്ളവരെ കാര്യം നോക്കി കഴിഞ്ഞതിന് ശേഷം മതി എന്റെ കാര്യം നോക്കുക എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല, ഉയരില്ല എന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് മാഡത്തിന്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു. താങ്ക് യു മാം. അതുപോലെ തന്നെ നിത്യ മാം ഈ പോസ്റ്റർ ഇട്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ കയറാൻ പറ്റിയത്. അതോട് നിത്യ മാമിനും താങ്ക് യു ആൾ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുപാട് ചാറ്റ്സിൽ എല്ലാവരും അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് മാമിനോട് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, സൂപ്പർ ക്ലാസ്. അങ്ങനെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്സ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ ചാറ്റ് ബോക്സ്. അപ്പൊ ഇനി ആർക്കെങ്കിലും 1-2 പേർക്ക് കൂടെ ഫീഡ്ബാക്ക് പറയാൻ അവസരമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലോട്ട് കിടക്കാം. ഹായ് മാം. ഹായ്, പറയൂ. ഞാന് ഒരു യാത്രയിലായിപ്പോയി, അതുകൊണ്ടാണ് എനിക്കൊന്ന് ജോയിൻ ചെയ്തിരുന്ന ഇടക്ക് കേട്ടിരുന്നെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ട്രെയിനറിനെ പോലെയാണ് ശരിക്കും ഈ ക്ലാസ്സിലുടനീളം നല്ല അനുഭവ കഥകളും അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും താങ്ക് യു ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്കത് എങ്ങനെയാ അത് ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാന്ന് വളരെ കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ മാം പറഞ്ഞു. അതില് മാമിന്റെ ആദ്യം ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ജസ്റ്റ് ഞാനൊന്ന് ആവശ്യപ്പെട്ടതേ ഉള്ളൂ, ഒരു നോയും പറഞ്ഞില്ല. ആ ടൈമിൽ തന്നെ അറ്റ് എ ടൈം മാം ഞാൻ റെഡി ആണെന്ന്
പറയുകയും ആഗ്രഹിച്ച് കാത്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിൽ തന്നെ മാമിന്റെ ആ ഫേസിൽ തന്നെ ആ സന്തോഷവും ആ ഇനിയും ഒരുപാട് സെഷൻസ് പ്രതീക്ഷിക്കുന്നു മാം. താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു. നമ്മുടെ PD നിത്യ മാം നല്ല കോർഡിനേഷൻ. സന്തോഷ് സാർ ഇന്ന് ഫസ്റ്റ് എന്നോട് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. എനിക്കത് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ സാർ ഹാൻഡിൽ ചെയ്തു. ഞങ്ങളുടെ സന്തോഷ് ചെയർമാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങള് പരസ്പരം ആ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് പരിപാടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിൽ വളരെയധികം നന്ദി സന്തോഷ് സാർ. താങ്ക് യു ഫോർ എവരിവൺ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കൽ ടോക്ക് ഇവിടെ നമ്മുടെ അരമണിക്കൂറിന് മേലെ ഈ സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള നമ്മുടെ ആസിയ മാമിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് ചുരുങ്ങിയ വാചകത്തിൽ നമുക്ക് ശ്രമിക്കാം. ഓക്കെ ഒരു മാം, ഓവർ ടു യു. ഓ, ഒരു ഗോപിനാഥൻ മിനിറ്റ്. സാർ പറയൂ. ആ ക്യാൻസർ വന്ന് ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു മറുപടി ആസിയമാമ ഒന്ന് കൊടുക്കണം. കാരണം അവർ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയ്ക്കിത് വന്നു, അതുകൊണ്ട് എനിക്ക് വരുമോ എന്നുള്ള ആ ഒരു വിചാരം, അത് ഒരിക്കലും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. നിലവിൽ അത് സർജറി ചെയ്ത് എടുത്തു കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലാർക്കും ഈ സംഭവമില്ല. അപ്പോൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ട ചികിത്സകൾ ചെയ്യുക. മാം അതിനൊരു മറുപടി അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദയവായി ഒന്ന് പറയുക. ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ മാം, പറയൂ. ഞാൻ അസൈൻമെന്റ് ഒരു ക്ലയന്റ് ആണ്. ഓക്കെ, പറയൂ. അസൈൻമെന്റ് കൂടിയിട്ട് ഒരു വർഷത്തോളമായി. അന്ന് മുതൽ ഇന്ന് വരെ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ടുള്ള നമുക്കുള്ള മാറ്റങ്ങളാണ് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ട്രെയിനിന്റെ ബോഗി പോരുന്ന പോലെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആളായിരുന്നു ഞാൻ. 47 വയസ്സ് വരെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നമ്മള് ചിന്തകളിൽ നിന്നാണ് നമുക്ക് ഓരോ പ്രശ്നം വരുന്നത് എന്നുള്ളത് പിന്നെ മാമിന്റെ ഓരോ ക്ലാസ്സിൽ നിന്നും മനസ്സിലായി. ഞാൻ ഇത് കേട്ടപ്പോൾ മാമിനെ കണ്ടേക്കിന് വേഗം കയറിയതാണ്. ഇത് മാറിക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ഇതിൽ കയറിയപ്പോഴാണ് പുതിയ ആളുകളെ കാണുന്നത്. എല്ലാം നമ്മളെ ചിന്തയിലാണ് ആദ്യം തുടങ്ങുന്നതും. പിന്നെ അത് നമ്മളെ പ്രവൃത്തി, നമ്മളെ വാക്കുകളും പ്രവൃത്തികളും, പിന്നെ നമ്മളെ സ്വഭാവം, പിന്നെ അത് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറി. അങ്ങനെയാണ് നമുക്ക് എന്തും വരുന്നത്. നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങനെ വരുന്നതെന്നുള്ളത് പറഞ്ഞത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പറയണം എന്നുള്ളതും പിന്നെ ആദ്യം അറിയാം. പക്ഷെങ്കിൽ അത് ഇത്രയും ആഴത്തിൽ പറയണം എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നത് മാമിൻ്റെ കൂടിയതിനു ശേഷം. അത് ഓരോ നിമിഷവും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ അത്രക്കും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സിമ്പിളായിട്ട് നമ്മുടെ ജീവിതം മനോഹരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അത്ഭുതമാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ആസിയ മാം. യെസ്, താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാല് സുഷിമ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ മനസ്സിലെന്തോ കണ്ടപ്പം ദൈവം നമുക്കതിങ്ങനെ എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് തന്നതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ സന്തോഷ് സാറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പോലും എന്ത് ടോപ്പിക്കാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാനൊന്നും മിണ്ടിയില്ല, നാളെ പറയാമെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു ടോപ്പിക് ഇതാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വിഷനുമായിട്ട് കണക്റ്റഡ് ആവുകയും ഇത് പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കണം, എല്ലാവരുടെയും ലൈഫ് എന്ത് ചെയ്യുക സന്തോഷകരമായിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ജോലി എടുക്കുന്നതും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെയും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം, ഇതെവിടാ കിട്ടുക എന്ന് വിചാരിച്ച്. പക്ഷെ ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അതിനിവിടെ ഒരു അവസരം കിട്ടിയതും ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ ഫീഡ്ബാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ളത് ഗോവിന്ദൻ സാർ പറഞ്ഞൊരു കാര്യം, മരണപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം ആ ഒരു സംഭവം ഇല്ലാത്ത ഒരു വീടുകൾ പോലുമില്ല. പക്ഷെ നമ്മൾക്ക് അതിനെ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവരെ ഓർത്ത് എപ്പോഴും കണ്ണുനീര് വാർത്തുകൊണ്ടിരിക്കലുണ്ട്, ഓരോ നിമിഷത്തെയും വേദനയോട് കൂടി കാണലുണ്ട്. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാൾ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിച്ച് നമ്മളൊപ്പം സന്തോഷത്തോടു കൂടി ഇരുന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തിനെ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു വേദന തന്നെയാണ്.
തന്നെയാണ്. പക്ഷെ പിന്നീടുള്ള ജീവിതത്തിൽ അവരെ കുറിച്ചുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് ഒന്ന് താങ്ക് യു പറഞ്ഞു നോക്കുക. അവരുടെ കൂടെ ഓരോ നിമിഷവും നമ്മൾ പങ്കിട്ടത് അല്ലെങ്കിൽ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങൾക്കും ഒന്ന് താങ്ക് യു പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് വേദനയല്ല, അവിടെ അത് സ്നേഹമായിട്ട് മാറും. അതാണ് എനിക്ക് ആ മാമിന് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നുള്ളത് രോഗാവസ്ഥ എന്നുള്ളത്, നമ്മൾ എന്തിനു ഭയപ്പെടുന്നു അത് നമ്മളിലേക്ക് എത്തും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അവസ്ഥയിൽ എനിക്ക് തലവേദന വന്നതും മറ്റു പല ഇഷ്യൂസ് വന്നതും ഞാൻ അത് ഇങ്ങനെ സ്ട്രെസ് ആയതുകൊണ്ട് മാത്രമായിരുന്നു, വെച്ചാൽ ചിന്തിച്ചത് കൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പാകത്തിൽ തന്നെ ഉണ്ടാവും. വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് മാറ്റിവിടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ മാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അവരുടെ ഉമ്മയ്ക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ആ ഉമ്മയുടെ കൂടെ ഇത്രയും നാൾ ജീവിക്കാൻ കഴിഞ്ഞതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഓരോ നിമിഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇനി മുൻപോട്ടുള്ളതിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു പറയുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന്, ഒരു അവയവത്തിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ചിന്തിക്കാതെ അതിന് മുമ്പ് വരെ ആ ഒരു അവയവം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആ നിമിഷം വരെ നമ്മൾ ആ അവയവം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി എന്ത് ചെയ്യും, ആ ഒരു വേദന എന്നുള്ളത് തന്നെ മാറിപ്പോയിട്ട് നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ സാധിക്കും, ആ ഒരു ഫീല് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നിത്യ മാം ആദ്യം ഓക്കെ. പറഞ്ഞ ഒരു സംഭവം നിങ്ങളേക്ക് എല്ലാവരിലേക്കും കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ കണ്ട ഒരു ആ ഓറ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനും എന്ത് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഞാനും ഈ എന്താ പറയാ, ഈ ലോകത്തിലേക്കൊന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സെഷൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്ന് ഈ അവസരത്തിൽ മാമിന്റെ മുന്നിൽ നമ്മളൊരു പ്രതിജ്ഞ പോലെ കൊണ്ടു നടക്കുകയാണ്. ഓക്കെ, ഇനി സന്തോഷ് സാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അത് നീതു ദീപക് മാമിലേക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെഷന്റെ വോട്ട് ഓഫ് താങ്ക്സ് ഇവിടെ പറയുന്നത് നമ്മുടെ നീതു ദീപക്, ഇടുക്കി ചാപ്റ്റർ സ്റ്റുഡന്റ് ഫോറം ഡയറക്ടറാണ്. മാമിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു സെഷനെ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് ഓൾ. വടകര, കണ്ണൂർ, ഇടുക്കി ചാപ്റ്റർ സംയുക്തമായി നടന്ന ഇന്നത്തെ ഓൺലൈൻ STPയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു നന്ദി പറയുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയത്. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യമായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി എത്തിയ നമ്മുടെ ക്ലാസ്സുകൾ നയിച്ച മികച്ച ട്രെയിനറും ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചുമായിട്ടുള്ള ആസിയ മാം, ഒന്നും പറയാനില്ല മാം. നമുക്ക് ഒരുപാട് ഇൻപുട്സ് നമുക്ക് തന്നിട്ടാണ് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇതൊരു നല്ല തുടക്കമാവട്ടെ. അതുപോലെ ഫോർഗീവ്നെസ്, അഫർമേഷൻ, മൈൻഡ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ബ്രീത്തിങ്, EFT ടാപ്പിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് കൂടുതൽ അത് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്, അതുപോലെ ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് മാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഈ താങ്ക്സ് പറയാൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് എൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല, ഞാൻ കൊമേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് എൻ്റെ പിള്ളേരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ വാട്ടർ മാനിഫെസ്റ്റേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ മാം ഇങ്ങനെ തിരിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്, ഒരു സെഷൻ കൂടെ സന്തോഷ് സാറ് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് ഒരു ക്ലാസ്സും കൂടെ, ഒന്നല്ല അതിലധികം ക്ലാസ്സുകൾ വരട്ടെ, പക്ഷെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് മാമിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. അത് നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുപോലെ ഇത്രയും ഭംഗിയായിട്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന മാമിന് നന്ദി അറിയിക്കുകയാണ്.
നമ്മുടെ ചാപ്റ്ററിന്റെ പേരിലും അതുപോലെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള ഒരു നന്ദി. അതുപോലെ നമ്മുടെ അധ്യക്ഷൻ സ്റ്റേറ്റ് SDB ഡയറക്ടർ മനോജ് കുമാർ സാർ, പ്രോഗ്രാം ഡയറക്ടർ ഒന്നും പറയാനില്ല, മാം തുടക്കം മുതൽ അവസാനം വരെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് നയിച്ചു. അതുപോലെ പോസ്റ്ററിന്റെ കാര്യം ഞാൻ രാവിലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പോ പോസ്റ്റർ ഉണ്ടാക്കിയതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ പുറകിലൊരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ, പക്ഷെ അതിന്റെ ബിഹൈൻഡ് ഇത്രയും വലിയൊരു മീനിങ് ഉണ്ട് എന്നുള്ളത് മാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിൽ ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ചാപ്റ്ററിന്റെ ചെയർമാൻ, ഞങ്ങളുടെ നട്ടലായ നമ്മുടെ സന്തോഷ് സാർ ഇത്രയും കാര്യങ്ങൾ ഇത്രയും തിരക്കിനിടയിൽ ചെയ്തു തന്നു. യാത്രയിലിടയിലാണ് ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, അത് തന്നെ ഒരു വലിയ കാര്യം. സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജനറൽ കൺവീനർ സുഷി മാം, ട്രഷറർ ധന്യ മാം, SDP ഡയറക്ടർ രതീഷ് സാർ, അതിലുപരി നമ്മുടെ 3 ചാപ്റ്ററിലുള്ള പലരെയും കണ്ടിട്ടില്ല, പുതിയതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ 3 ചാപ്റ്ററിലെയും ആളുകൾ എല്ലാവരും ചേർന്നിട്ടാണ് അവരുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അത് ആർക്കും ഒരു നഷ്ടമായി ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഈ പ്രോഗ്രാം വിജയമാക്കി തീർത്ത എല്ലാ മെമ്പേഴ്സിനും പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു നന്ദി ഞാൻ ഈ ഒരു സമയത്ത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ലീന ചെയ്യണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു. Raghunath sir, Rajiv sir, Nasir Thank sir, you. all good night. Asya ma'am, thank you so much once again. Thank you. Thank you. Thank you so much. Thank you.